നവംബർ 15-ന് ജീവനൊടുക്കിയ പാലക്കാട് ചെർപ്പുളശ്ശേരി സിഐ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവന്നിരിക്കുന്നത്. തന്റെ 32 പേജ് വരുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് പറയുന്നത് കോഴിക്കോട് വടകര ഡിവൈഎസ്പി ഉമേഷിന്റെ ഞെട്ടിക്കുന്ന പ്രവർത്തികളാണ്. സാധാരണക്കാർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ലൈംഗിക പീഡന ആരോപണങ്ങളാണ് അന്തരിച്ച സിഐ തന്റെ കുറിപ്പിലൂടെ തൊടുത്തുവിട്ടിരിക്കുന്നത്. 2 ആഴ്ച മുൻപ് ചെർപ്പുളശ്ശേരിയിൽ ആത്മഹത്യ ചെയ്ത സിഐ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് ഡിവൈഎസ്പിയുടെ പേരുള്ളത്. 2014-ൽ സിഐ ആയിരുന്ന നിലവിൽ ഡിവൈഎസ്പി ആയ ഉമേഷിനെതിരെയാണ് സിഐ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തൽ. അനാശാസ്യ കേസിൽ പാലക്കാട് ജില്ലയിൽ അറസ്റ്റിലായ യുവതിയുടെ വീട്ടിൽ അന്നു തന്നെ എത്തി ഉമേഷ് പീഡിപ്പിച്ചുവെന്നും അമ്മയും 2 മക്കളുമുള്ള വീട്ടിൽ സന്ധ്യാസമയത്ത് എത്തിയാണ് യുവതിയെ കീഴ്പ്പെടുത്തിയതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. കേസ് ഒതുക്കാനും മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കാനും യുവതിക്ക് മുൻപിൽ പോലീസ് ഉദ്യോഗസ്ഥന് കീഴടങ്ങുകയല്ലാതെ മാർഗമില്ലായിരുന്നുവെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട്. തൊട്ടിൽപ്പാലം സ്വദേശിയാണ് 52-കാരനായ ബിനു. ഡിവൈഎസ്പിക്ക് മുന്നിൽ യുവതിക്ക് വഴങ്ങേണ്ടി വന്ന അവസ്ഥയായിരുന്നു. 2014-ൽ പാലക്കാട് ജില്ലയിൽ സർവീസിലിരിക്കെ നടന്ന സംഭവങ്ങളാണ് ബിനു തോമസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേസ് പുറത്തറിയാതിരിക്കാനും മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കാനും യുവതിക്ക് മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥന് വഴങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നുവെന്ന് ബിനു തോമസ് കുറിപ്പിൽ പറയുന്നു. കേസ് ഒതുക്കി തീർക്കാനുള്ള ഡീലായിരുന്നു ഇതെന്നും സിഐ വെളിപ്പെടുത്തുകയും ചെയ്തു. യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ തന്നെയും ഡിവൈഎസ്പി ഉമേഷ് നിർബന്ധിച്ചു എന്ന ഗുരുതരമായ ആരോപണവും ബിനു തോമസ് തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ഉന്നതർ ചേർന്ന കുറിപ്പ് പൂഴ്ത്തിയോ എന്ന സംശയമുണ്ട്. ചെർപ്പുളശ്ശേരി സ്റ്റേഷന് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലെ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിലാണ് തൊട്ടിൽപ്പാലം സ്വദേശിയായ ബിനു തോമസിനെ കണ്ടെത്തിയത്. 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാൻ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രമം നടക്കുന്നുവെന്ന് നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു. ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പും അന്വേഷണ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ആരോപണ വിധേയനായ ഡിവൈഎസ്പി ഉമേഷിന്റെ പ്രതികരണം തേടിയെങ്കിലും ലഭ്യമായിട്ടില്ല. എന്തായാലും തന്റെ 32 പേജ് വരുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് പറയുന്നത് കോഴിക്കോട് വടകര ഡിവൈഎസ്പി ഉമേഷിന്റെ ഞെട്ടിക്കുന്ന പ്രവൃത്തികളാണ്. ആദ്യമേ ഇദ്ദേഹം മരിച്ചതിന് പിന്നിൽ ജോലി സമ്മർദ്ദമാണെന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് മേലുദ്യോഗസ്ഥന്റെ പീഡനങ്ങളാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആത്മഹത്യാക്കുറിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മേലുദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുറിപ്പിൽ പറയുന്നത്. എന്തായാലും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും.